ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ സംഭവബഹുലമായിട്ട് പാർലമെൻറ്റിൽ നടന്ന കുറച്ച് വിഷയങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ DRDO ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇത് മിസൈൽ മാത്രമല്ല, അതിൻ്റെ റഡാർ സിസ്റ്റം, അതിൻ്റെ എൻറ്റയർ കോർഡിനേറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് വെഹിക്കിളിലിരുന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിൻ്റെ ഫ്ലൈറ്റ് ടെസ്റ്റാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ക്വാഷി ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് വിളിക്കുന്നത്. ഇത് ഹൈ ആക്യുറസി പ്രിസിഷൻ സ്ട്രൈക്ക് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ SRBM കാറ്റഗറിയിൽ വരുന്ന മിസൈൽസിൽ DRDO വിജയകരമായി പരീക്ഷണം നടത്തിയിരിക്കുന്ന ഒരു മിസൈൽ സിസ്റ്റമാണിത്. റഡാർ സിസ്റ്റം ഉൾപ്പെടെ വെഹിക്കിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശരിക്കും ഇതൊരു യൂണിറ്റ് ആണ്. ഇതൊരു കമേഴ്ഷ്യൽ പർപ്പസിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഈ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ഡിഫൻസ് എക്സിബിഷനുകളിൽ നമ്മളിത് പ്രദർശിപ്പിക്കും, ഡിസ്പ്ലേക്ക് വെക്കും. അതിലൂടെ നമ്മൾ ബിസിനസ് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. റഷ്യ S-500 എയർ ഡിഫൻസ് സിസ്റ്റം ഒരുമിച്ച് മാനുഫാക്ചറിങ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇന്ത്യയുമായിട്ട് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇതിനു മുമ്പ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കുള്ളിൽ ഇത് മാനുഫാക്ചറിങ് ചെയ്യുന്നുവെങ്കിൽ അതിന് വേണ്ടിയിട്ട് റഷ്യ സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജോയിന്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് റഷ്യ ഒരു പ്രപ്പോസൽ ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ, എന്ത് മാനുഫാക്ചറിങ് ചെയ്യാൻ, S-500 എന്ന് പറഞ്ഞ ആ ഒരു റഷ്യയുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യാനാണ് ഇപ്പോൾ ഈ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ രസകരമായ ചർച്ചകളാണ് നടന്നത്. ഇന്ന് അമിത്ഷാ, അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ, ഇവരൊക്കെ തന്നെ പാർലമെന്റിൽ സംസാരിച്ചായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് അവർ ഉത്തരം നൽകിയത്. എന്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ അമിത്ഷാ സ്റ്റാർട്ട് ചെയ്തത് പി ചിദംബരത്തിന്റെ ആ ഒരു ചോദ്യം, അത് റെക്കോർഡിക്കലി അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതായത് പെഹൽഗാം ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണ് എന്നുള്ളതിന്റെ എന്ത് തെളിവാണ് നമ്മുടെ പക്കലുള്ളത് എന്നാണ് പി ചിദംബരത്തിന്റെ ചോദ്യം. വാലിഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. US-ൽ നിന്നും നമ്മുടെ ടീം US-ൽ എത്തിയപ്പോഴത്തേക്കും പെഹൽഗാമിനെ കുറിച്ചുള്ള, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ആ ഒരു വിസിറ്റും കാര്യങ്ങളൊക്കെ, ശശി തരൂരിന്റെ വിസിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പാകിസ്ഥാന്റെ അസീം മുനീറിനെ വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ ഇരുത്തി സംസാരിച്ച സമയത്ത് അതിനുശേഷം അമേരിക്ക നോട്ട് വെച്ച ഒരു ചോദ്യമാണ്, എന്ത് തെളിവാണ്, നോട്ട് സഫീഷ്യന്റ് പ്രൂഫ്, പാകിസ്ഥാനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രൂഫ് ഇന്ത്യയുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ അതിനുള്ള ഉത്തരം ഇന്നാണ് കൊടുക്കാൻ പറ്റിയത്. അപ്പൊ അതിനുള്ള ഉത്തരം 3 തീവ്രവാദികളെ നമ്മൾ വധിച്ചിട്ടുണ്ട്. ആ ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അവരെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ്, എന്ത് എവിഡൻസ് ആണ് ഇവരെ പാകിസ്ഥാനിലേക്ക് വിരൽ ചൂണ്ടാൻ നമ്മളുടെ പക്കൽ കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുലൈമാൻ എന്ന് പറഞ്ഞവൻ ഇതിനു മുമ്പ് അഫ്ഗാനിയായിരുന്നു. ഹൈ ലെവൽ മിലിറ്റന്റ് കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഈ സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തി. അതുപോലെ തന്നെ അവനോടൊപ്പം ഉണ്ടായിരുന്ന 2 വ്യക്തികളും ഇതേ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത വ്യക്തികളാണ്. അവര് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവാം എന്നുള്ള അനുമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഉറപ്പായിട്ടും അവർ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു പോയി എന്നുള്ളൊരു കൺഫർമേഷൻ ഇന്ത്യൻ ആർമിക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിലോ കിട്ടിയിട്ടില്ലായിരുന്നു. തുടരെ ആർമി നടത്തിയ തെരച്ചിലുകൾ, അതുപോലെ ജമ്മു കാശ്മീർ പോലീസും CRPF-ഉം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ 10 ഏരിയകളിൽ CRPF ഉദ്യോഗസ്ഥരെ വെച്ച് ഇന്ത്യൻ ആർമി സെർച്ച് നടത്തുന്നു എന്നുള്ളത് നമ്മളുടെ വാർത്തയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊസീജിയർ, ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ 3 പേരെയും ശ്രീനഗറിലിട്ട് ഇന്ത്യൻ ആർമി വധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ തെളിവ് എന്താണ് കിട്ടിയത്? തെളിവ് എന്ന് പറയുമ്പോഴത്തേക്കും 3 വിഷയങ്ങളാണ് മെയിൻലി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലൊന്ന്, ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വെപ്പൺ, ഇവർ ഉപയോഗിച്ച തോക്ക്. ഈ തോക്ക് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കൈകളിലുള്ള തോക്കിലുള്ള അതേ ബുള്ളറ്റ് തന്നെയാണ് ഈ പെഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരുടെയും ശരീരത്തിൽ നിന്ന് കിട്ടിയ ആ ബുള്ളറ്റ്. അത് മാച്ച് നമ്പർ 1. രണ്ടാമത്, ഇവർ പാകിസ്ഥാനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്ന കുറെ ചോക്ലേറ്റ്, കുറച്ച് ഹൈ കാലറി ഉള്ള ചോക്ലേറ്റ് ആണ്. അതായത് അവർക്ക് കുറച്ചുനാൾ ഫുഡ് കിട്ടിയില്ലെങ്കിലും ഈ ചോക്ലേറ്റ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഇവർ ചോക്ലേറ്റ് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പേര്, സുലൈമാൻ അല്ലാതെ മറ്റുള്ള 2 തീവ്രവാദികളുടെയും ഐഡന്റിറ്റി കാർഡ്, പാകിസ്ഥാന്റെ വോട്ടർ ഐഡന്റിറ്റി കാർഡ് വിത്ത് നമ്പർ സഹിതം കിട്ടിയിട്ടുണ്ട്. ഈ 3 തെളിവുകളാണ് പാകിസ്ഥാനിലേക്ക് ലീഡ് ചെയ്യുന്ന തെളിവുകളായിട്ട് ഇന്ത്യയുടെ പക്കൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇത് സഫീഷ്യന്റ് ആണോ, ഇനി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഇനി ഇതിൽ കൂടുതൽ വേണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പാകിസ്ഥാനുമായിട്ട് അമേരിക്കയ്ക്കുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് ഇതിനെ ഒരുപക്ഷെ അവർ ഇഗ്നോർ ചെയ്തേക്കാം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന് അമിത്ഷാ പാർലമെന്റിൽ പി ചിദംബരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്
ഈ ഒരു വിഷയം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ അടുത്തൊരു നിർണായകമായിട്ടുള്ള ചോദ്യം എന്താണ്? ചോദ്യം, ട്രംപ് എപ്പോഴെപ്പോഴും പറയുന്നുണ്ടല്ലോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാനാണ് ഇടപെട്ട് നിർത്തിയത്, അതിനുള്ള ക്ലാരിഫിക്കേഷൻ. അപ്പം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറാണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തത്. അതായത് യുണൈറ്റഡ് നേഷൻസിൽ 193 രാജ്യങ്ങൾ മെമ്പറായിട്ടുണ്ട്. അതിൽ 3 രാജ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള 190 രാജ്യങ്ങളും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്, തീവ്രവാദത്തിനെതിരെയുള്ള നടപടി എന്നുള്ള നിലയിൽ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അതുപോലെ തുടരെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സംസാരിച്ചത്. പക്ഷെ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതായത് ട്രംപ് ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ട്രംപ് ഇടപെട്ടിട്ടില്ല. ഈ പെഹൽഗാമിൽ ഈ ഒരു തീവ്രവാദ ആക്രമണം നടന്നതിന് ശേഷം ട്രംപ് മോദിയെ വിളിച്ചിട്ടുണ്ട്, അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു സിമ്പതി കൺസേൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു തീവ്രവാദ ആക്രമണം നടന്നതിനെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോദിയുമായിട്ട് ട്രംപ് സംസാരിച്ചിട്ടില്ല. മോദിയുമായിട്ട് സംസാരിച്ചത് പിന്നെ G7 സബ്മിറ്റിന് വേണ്ടിയിട്ട് കാനഡയിൽ മോഡി എത്തിയപ്പോഴാണ് സംസാരിച്ചത്. വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കോള്, അതാണ് പിന്നീട് ട്രംപ് ചെയ്ത ഒരു കോള് പ്രൈം മിനിസ്റ്റർ മോദിക്ക്. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പാർലമെന്റിൽ റെക്കോർഡാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലുപരിയായിട്ട് ഒരു രീതിയിലുള്ള കോൺവെർസേഷൻസും നടന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഇതിന്റെ ഇടയ്ക്ക് JD വാൻസ് ഒരു കോൾ ചെയ്തിട്ടുണ്ട്. JD വാൻസ് ചെയ്ത കോളും ഇതേ പെഹൽഗാം ആക്രമണം നടന്ന് വിത്തിൻ 2 to 3 ഡേയ്സിൽ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പ്രിയംറ്റീവ് സ്ട്രൈക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റീവ്നെസിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു കോളും ഇന്ത്യയിലേക്ക് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഇത് വളരെ വ്യക്തമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ട്രംപിന്റെ സൈഡിൽ നിന്ന് എന്താണ് ഇനി മലക്കം പറഞ്ഞുള്ള ഡയലോഗുകളൊക്കെ വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ട്രംപ് ആൾക്കാരെ വെച്ചും വാടകയ്ക്ക് എടുത്തൊക്കെ ഇന്ത്യയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടത്തിയതിന്റെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഇനി ട്രംപിന്റെ സൈഡിൽ തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി ഉണ്ടാവും. അതെന്താണ് നമുക്ക് പിന്നീട് കാണാം. പക്ഷെ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം. ടെമ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ കമ്പനി ഒരു അച്ചീവ്മെന്റ്. ഇവര് ബാബ ആറ്റമിക് റിസർച്ച് സെന്ററുമായിട്ട് ചേർന്ന് അവരുടെ ഒരു സപ്പോർട്ടോട് കൂടി നമ്മൾ ന്യൂക്ലിയർ എനർജി പ്രോജക്റ്റുകൾ ഒരുപാട് ഇന്ത്യക്കുള്ളിൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹൈ പ്രഷർ വാട്ടർ ഇന്റൻസിറ്റി ആ ഒരു ടെക്നോളജി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് ഇൻഡിജിനിയസ് ആയിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പരീക്ഷണം നടത്തി വിജയകരമായി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഫോറിൻ കമ്പനീസിനെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇൻഡിജിനിയസ് ആയിട്ട് തന്നെ നമുക്ക് ഇനി അത് ഈ ഒരു ന്യൂക്ലിയർ പ്രോജക്റ്റിൽ ഇൻടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തുർക്കി 2 ബോംബ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് ഗാസാപ്പ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ബോംബ്, പിന്നെ ഒന്ന് ഹയാലത്ത് എന്ന് പറഞ്ഞ പേരിൽ ഒരു ബോംബ്. ഇത് രണ്ടും തന്നെ ഏതാണ്ട് 2000 പൗണ്ട്, ഏതാണ്ട് 928 കിലോളം ഭാരം വരുന്ന ബോംബാണ്. കൺവെൻഷണൽ ബോംബാണ്, ന്യൂക്ലിയർ വെപ്പൺ അല്ല. 1.5 കിലോമീറ്റർ റേഡിയസിൽ ഇതിന് ഇമ്പാക്ട് ഉണ്ടാകും. ആ രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള സാധനമാണ് അവർ ഉത്പാദിപ്പിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അതും കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാരണം തുർക്കിയെ നമ്മൾ വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു ചലനം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് മെമ്പർഷിപ്പിൽ ഇല്ലെങ്കിലും പല രീതിയിലും ടൈപ്പ് ഉള്ള രാജ്യമാണ്. നാറ്റോയിൽ മെമ്പറാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കീ പ്ലെയർ തന്നെയാണ് തുർക്കി. അപ്പൊ അതിലുപരിയായിട്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് തുർക്കി. അതുകൊണ്ടാണ് നമ്മൾ തുർക്കിയുടെ കാര്യം ഇത്ര കീനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഒരു യമണ്ടൻ സാധനം തുർക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.